ഹലോ കൂട്ടുകാരെ, എല്ലാവരുടെയും വീട്ടിലും ഗ്രീൻ പീസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഉടനെ തന്നെ ഈ സ്നാക്സ് തയ്യാറാക്കിക്കോ. വളരെ ടേസ്റ്റിയാണ്. പരിപ്പോട പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ നല്ലതുപോലെ കുതിർത്തൊരു 5 മണിക്കൂറെങ്കിലും നമ്മുടെ ഗ്രീൻ പീസ് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാലും നമ്മുടെ ഗ്രീൻ പീസ് നല്ലപോലെ കുതിർത്ത് കിട്ടും. അതിനുശേഷം ഇതുപോലെ നമ്മളൊരു മിക്സി ജാറിലേക്ക് മാറ്റുക. മിക്സി ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു തരിതരിപ്പായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ലതുപോലെ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഒരുപാട് തരിതരിപ്പും പാടില്ല. അത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്ന ഒരു പരുവത്തിലെടുക്കുക. അതിലേക്ക് ഒരു സവാള കുനുകുനാന്നരിഞ്ഞതും ഇഞ്ചി കുനുകുനാന്നരിഞ്ഞതും പിന്നെ നമ്മുടെ പച്ചമുളക് എരിവിന് വേണ്ടി പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല, മീറ്റ് മസാലയൊക്കെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇത് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് പരിപ്പോടയ്ക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദയോ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം നല്ല എണ്ണ ചൂടാക്കി വയ്ക്കുക. അതിലേക്ക് നമ്മുടെ പരിപ്പോടയ്ക്കൊക്കെ പരത്തിയെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് പരത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. നല്ല ഒരു മുരാന്നുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ, ഹൈ പ്രോട്ടീനായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇപ്പോൾ ഇഷ്ടപ്പെടും. ഇപ്പോൾ അവധിയായിട്ടിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല അല്ലേ. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ആയിട്ട് വല്ലപ്പോഴും ഒക്കെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.